ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നവമി ആശംസകൾ. നവമി ഒരു എല്ലാവരും ഒരു ഉത്സവ മൂഡിലായിരിക്കും. ഓക്കെ, എനിവേ ഞാനൊരു വെറുതെ ഇങ്ങനെ നിന്നപ്പോൾ എന്തെങ്കിലും ചെയ്യണ്ടേന്ന് വിചാരിച്ചിട്ടൊരു കാര്യം ആലോചിച്ചപ്പോൾ ഓർമ്മ വന്നതാണ്. ഒരു സാധനം പരിചയപ്പെടുത്താം. ഇതുണ്ടോ? ഇതൊരു മരമാണ്. ഈ മരത്തിൻ്റെ മുകളിൽ വത്തൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കണ്ടോ? ഇത്രയും വലിപ്പമുണ്ട്. ഇത് എൻ്റെ മുഖവും ഇത് നോക്കൂ, ഏകദേശം ഒരു 6-7 കിലോയിൽ മുകളിലുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും അത്ഭുതമായിട്ടുണ്ടാവുമല്ലോ, ഇതെന്ത് സാധനം? മരത്തിൻ്റെ മുകളിൽ എന്തായാലും വത്തക്ക കായ്ക്കില്ലല്ലോ. വത്തക്ക നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്, അതൊരു വള്ളിച്ചെടിയാണ്. അപ്പോൾ മരത്തിൻ്റെ മുകളിൽ എങ്ങനെ ഇത് കായ്ച്ചു? അപ്പോൾ ഈ ഫ്രൂട്ടിൻ്റെ പേരാണ് കാലാബാഷ്. കാലാബാഷ് ഒരു അമേരിക്കൻ സ്വദേശിയാണ് എന്നാണ് ഗൂഗിളും മറ്റുള്ളവരൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ കാലാബാഷ് ശരിക്ക് ഒരു ഇന്ത്യൻ വൃക്ഷമാണ് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതായത് ഇതിൻ്റെ സംസ്കൃതത്തിൽ പറയുന്ന പേര് കമണ്ടലു എന്നാണ്. നമ്മുടെ സന്യാസിമാരൊക്കെ അല്ലെങ്കിൽ ഭിക്ഷാന്തേഹികൾ ഉപയോഗിച്ചിരുന്നത്. ഇതിന് ബെഗേഴ്സ് ബൗൾ എന്നും ഇംഗ്ലീഷിൽ പേരുണ്ട്. അപ്പോൾ നമ്മുടെ ഋഷിമാർ ഉപയോഗിച്ചിരുന്ന, കയ്യിൽ വെള്ളം കരുതി വച്ചിരുന്ന ഒരു പാത്രമായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇപ്പം നമ്മൾ കണ്ണൂക്കാർക്ക് എല്ലാവർക്കും സാധുബീടീൻ്റെ ഇത് ഓർമ്മയുണ്ടാവുമല്ലോ, സാധുബീടീൻ്റെ പാക്കറ്റ്. അതിലൊരു സാധുവില്ലേ, ആ സാധുവിൻ്റെ കയ്യിലൊരു വെള്ളത്തിൻ്റെ ഒരു ഇത് കണ്ടിട്ടില്ലേ? ആ സാധനമാണ് ഈ സാധനം. അപ്പോൾ ഇത് സാധാരണ അമ്പലങ്ങളിലും ഇതിലൊക്കെയാണ് ഉപയോഗിക്കുക, ഈ വൃക്ഷം ഉണ്ടാകുക. പിന്നീടാണത് ജനകീയമായത്. നമ്മളെ കൂളമൊക്കെ നടുന്ന പോലെ എല്ലാവരും അങ്ങനെ നടുന്ന ഒരു വൃക്ഷമല്ല അത്. അപ്പോൾ എനിക്കൊരു തൈ കിട്ടിയിട്ട് ഞാൻ കൊണ്ടുവന്ന് നട്ടതാണ് ഒരു 6-7 വർഷം മുമ്പേ. സോ ഇപ്പോൾ അത് കായ്ച്ചു. ഇതാ നോക്കൂ, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉള്ള കായ്കൾ മുഴുവൻ ഇവിടെ കിടക്കുന്നുണ്ട്. ഇതാ നോക്കൂ കേട്ടോ, ഇത്രയും കായ്കൾ ഇവിടെ ഇതായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പിന്നെ വെള്ളം ഒരു ദിവസം രാത്രി പിടിച്ചു വച്ചിട്ട് പിറ്റത്തെ ദിവസം ഉപയോഗിക്കാമെങ്കിൽ കൊളസ്ട്രോൾ മുതലുള്ള പല അസുഖങ്ങളും ഉണ്ടാവുകയില്ല എന്നാണ് ശാസ്ത്രവും പറയുന്നത്. കാരണം ഇത് ഫിലിപ്പീൻസിൽ പോയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഫിലിപ്പീൻസിൽ കാലാബാഷ് അല്ലെങ്കിൽ മിറാക്കിൾ ട്രീ എന്നാണിത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു വെള്ള കളർ പൾപ്പാണ് ഉള്ളത്. നമ്മളെ വത്തക്ക ചോപ്പാണെങ്കിൽ ഇതിൻ്റെ അകത്തൊരു വെള്ള കളറാണ്. അത് ഒരു ചെമ്പിലിട്ട് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു കറുപ്പ് കളറുള്ളൊരു ദ്രാവകമായിട്ട് മാറും. അപ്പോൾ ഫിലിപ്പീൻസിലൊക്കെ അത് ഉപയോഗിക്കുന്നത് ഈ നമ്മളുടെ എന്താണ് അതിന് പറയുക, നമ്മളിതൊക്കെ ഇല്ലേ, പവർ ഡ്രിങ്ക്, എന്താണ് എനർജി ഡ്രിങ്കായിട്ട് അവർ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ ഇതുവരെ ഒരു ഇൻഡസ്ട്രിയലായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രൂപത്തിലോ ചെയ്തിട്ടില്ല. ബട്ട് പരമശിവൻ്റെ അമ്പലങ്ങളിലാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തമിഴ്നാട്ടിലൊക്കെ അങ്ങനെയാണ്, അമ്പലങ്ങളിൽ വളർത്തുന്ന ഒരു വൃക്ഷമാണ് എന്ന് വിചാരിച്ചിട്ട് ശാസ്ത്രീയമായിട്ട് ഇന്ന് അതിന് ഒരുപാട് അടിത്തറയുണ്ട്, ഒരുപാട് ഗവേഷണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. മനുഷ്യന് ഉപകാരമുള്ള ഒരു ഫ്രൂട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കപ്പെട്ടിട്ടുണ്ട്. ഗൂഗിളിൽ തന്നെ കുറേ ആർട്ടിക്കിൾസ് ഇതിനെ പറ്റിയിട്ടുണ്ട്. നമ്മളൊന്ന് റിസർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ സാധനങ്ങൾ ബ്രിട്ടീഷുകാരനും മറ്റുള്ളവർ അടിച്ചു മാറ്റി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക. ഓക്കെ, എനിവേ എല്ലാവർക്കും നവരാത്രി ആശംസകൾ.